നമസ്കാരം. എൻ്റെ പേരിൽ കൊടുത്തൊരു കള്ളക്കേസുണ്ടല്ലോ, പോക്സോ കേസ്. അതിനുവേണ്ടി നെടുമങ്ങാട് പോക്സോ കോടതിയിൽ പോകണമല്ലോ. ഇനി അടുത്ത മാസം പോയാൽ മതി, ഒക്ടോബറിൽ പോയാൽ മതി. വാദം നടക്കുക. അപ്പോൾ ഞാൻ നെടുമങ്ങാട്ടേക്ക് പരമാവധി പോകുന്നത് ആക്റ്റീവ സ്കൂട്ടറിലാണ്. കാരണം കാറെടുത്ത് പോയാൽ അവിടെ റോഡ് ഫ്ലൈ ഓവറോ എന്തൊക്കെ വരുന്നതുകൊണ്ട് മൊത്തം ട്രാഫിക് ബ്ലോക്കാണ്. അപ്പം ഞാൻ ഇന്ന് പോകുന്ന വഴിയായിരിക്കില്ല നാളെ പോകുന്നത്. ഇന്ന് വട്ടർക്കാവ് വഴിയൊക്കെ പോയി ചിലപ്പോൾ ഞാൻ അരുവിക്കര വഴിക്കൊക്കെ ഇറങ്ങിപ്പോകും. ചില ദിവസം കരകുളം വഴി പോകും. അങ്ങനെ പല വഴി കൂടെയാണ്. എങ്ങോട്ട് പോകണമെന്ന് തോന്നിയാൽ അങ്ങോട്ട് അങ്ങ് പോകും. അരുവിക്കര വഴിയാണ് പോകുന്നതെങ്കിൽ ഡാമിൻ്റെ അവിടെ ചെന്ന് കുറേ നേരം കോടതി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിലാണ് വരണമെങ്കിൽ അവിടെ കയറിയിരിക്കും. ഡാമിലെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് പ്രകൃതി സുന്ദരമായ സ്ഥലം കണ്ടങ്ങനെ ഇരിക്കും. ഞാനിപ്പോൾ അരുവിക്കരയെക്കുറിച്ച് ഓർത്തത്, അരുവിക്കരയ്ക്ക് അടുത്ത് വട്ടക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വട്ടക്കുളത്ത് നിന്ന് എന്നെ ഒരു അനസ് വിളിച്ചു. ഈ പാല് എന്താ പറയുക, ഫ്രീസ് ചെയ്ത് കട്ടിയാക്കിയിട്ട് ജ്യൂസൊക്കെ അടിക്കുന്ന കടകൾക്ക് സപ്ലൈ ചെയ്യുന്ന മുതലാളിയാണ് അനസ്. അനസിൻ്റെ അച്ഛൻ അബൂബക്കർ എൻ്റെ നാട്ടുകാരനാണ്, ശാന്തിവിളക്കാരനാണ്. ശാന്തിവിള ദിനേശിൻ്റെ പ്രോഗ്രാമുകൾ കാണുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും നാട്ടുകാരനോടുള്ള സ്നേഹത്തെപ്പറ്റി വിളിച്ചപ്പോൾ അനസ് എന്നോട് സംസാരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. എൻ്റെ നാട്ടുകാരൻ അവിടെ വിട്ടു പോയെങ്കിലും, ഞാനും ശാന്തിവിള വിട്ടു പോയി എങ്കിൽ പോലും ശാന്തിവിള ദിനേശിൻ്റെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അബൂബക്കറും ഭാര്യയും ആ പ്രോഗ്രാം കണ്ടിരുന്ന് ആസ്വദിക്കുന്നത്, നമ്മുടെ നാട്ടുകാരനായ ഒരാൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പറയാൻ എന്നുള്ള സന്തോഷം കാണുമ്പോൾ അനസിനും ഒരുപാട് സന്തോഷം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, അനസേ, ഞാൻ ഈ പോക്സോ കോടതിയിൽ വരുമ്പോൾ ഒരു ദിവസം പട്ടക്കുളത്ത് വന്ന് അച്ഛനെയും അമ്മയും കണ്ടോളാം എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ നാട്ടുകാരനായതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞത്. എനിക്ക് ഈ അനസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ബഹുമാനമുള്ള, സ്നേഹമുള്ള, എന്നെ ഒരു സ്വന്തം ആളായി കരുതുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ചില പരിഭവങ്ങളുണ്ട്. ചിലർ എന്നെ വിളിച്ചിട്ട് കേൾക്കുന്നത്, ഇപ്പോൾ റീസെൻ്റായിട്ടും ചോദിച്ചു, ചേട്ടാ എൻ്റെ കൂട്ടുകാരൻ്റെ ജന്മദിന ആശംസയാണ്, ചേട്ടാ ഒരു ആശംസാ സന്ദേശം വീഡിയോ എടുത്ത് അയച്ചു തരുമോ? അത് ഞാൻ അവന് കൊടുക്കുമ്പോൾ അവന് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു, ഇല്ല അനിയ, ഞാൻ എൻ്റെ ജന്മനാളോ എൻ്റെ മകൻ്റെ ജന്മനാളോ എന്നൊന്നും പോലും അറിയാത്ത ഒരാളാണ്. ഞാൻ ജന്മനാളോ ഓണമോ വിഷുവോ സംക്രാന്തിയോ ബക്രീഡോ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷമോ ഒന്നും ആഘോഷിക്കുന്ന ആളല്ല. അങ്ങനെ ജന്മദിന ആശംസ എൻ്റെ പോലും നേരാത്ത ഞാൻ, എനിക്ക് ഒരു പരിചയമില്ലാത്ത അനിയൻ്റെ കൂട്ടുകാരന് വേണ്ടി ഞാൻ ചെയ്യില്ല. ഒരുപാട് എന്നെ റിക്വസ്റ്റ് ചെയ്തു, ഓഡിയോയിലായാലും മതി. ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ചെയ്യില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത് എന്നാണ്, അല്ലെങ്കിൽ എന്നോട് ചോദിക്കരുത് എന്നാണ് എനിക്ക് താഴ്മയോടെ നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ ചേട്ടാ, ഞങ്ങളുടെ നാട്ടിലൊരു ബാർബർ ഷോപ്പ് വരുന്നുണ്ടല്ലോ, ബാർബർ ഷോപ്പ് എന്ന് പറയാൻ പാടില്ലല്ലോ, ബ്യൂട്ടി പാർലർ, ഒന്ന് വിഷ് ചെയ്യാം കേട്ടോ. ഞാൻ ഇല്ല, ഞാൻ വിഷ് ചെയ്യില്ല. കാരണം ആ വരുന്ന സ്ഥാപനം എങ്ങനെയുള്ളതാണ് എന്താണെന്നറിയാതെ ഞാൻ എങ്ങനെ വിഷ് ചെയ്യും? ഞാനത് ചെയ്യില്ല. ചേട്ടാ, പ്രോഗ്രാമിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരാമോ ചേട്ടാ? ചിലർ ചോദിക്കുന്നതാണ്. അതായത് ലൈസ് ക്യാമറ ആക്ഷൻ എന്നോ ശാന്തിവിള ദിനേശൊന്നും അടിക്കാൻ വയ്യ, പകരം നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കണം. ഞാൻ അതിന് മറുപടി പോലും കൊടുക്കാറില്ല. പിന്നെ എന്താ പറയുക, ഈ അടുത്ത കാലത്ത് തന്നെ വിളിച്ച് ഞെട്ടിച്ച ഒരു ഫോൺ നമ്പർ ചോദിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ, നിളാം നമ്പ്യാരുടെ നമ്പറുണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു. ഈ തുണിയില്ലാതെ അഭിനയിക്കുന്ന ഒരു പെമ്പർനോത്തിയുണ്ടല്ലോ ഇപ്പോൾ. ഞാൻ ഇപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, വരട്ടെ. അലൻസീർ നായകനായി അഭിനയിക്കുന്ന എന്തോ സെക്സ് അഡൾട്ട് വീഡിയോ ചെയ്യുന്ന വെബ് സീരിയൽ ചെയ്യുന്ന നിളാം നമ്പ്യാർ. പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നും. വീട്ടിൽ കയറ്റാൻ കൊള്ളൂലെന്ന് പിന്നെയല്ലേ നമ്മൾ അറിയണേ. തുണി പോലും കൊടുക്കാത്തൊരു സ്ത്രീയുടെ നമ്പറുണ്ടോ നിൻ്റെ? ഞാൻ ഈ സ്ത്രീയുടെയൊക്കെ നമ്പറും കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്നതാണ് ഞാൻ ഈ പറയുന്നത്. നിളാം നമ്പ്യാരെ നമ്പറും തരൂ എന്നൊക്കെ പറഞ്ഞാണ് ചിലർ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു പൊങ്ങച്ചുമില്ലാതെ പറയുകയാണ്, ഓരോ ദിവസവും കടന്നു പോകുന്നത് ദുർഘടമായ പ്രതിസന്ധികളിലൂടെയാണ്. കാരണം മോശമല്ലാത്ത കടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ അതിനിടയിലൂടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ എൻ്റെ മകൻ്റെ ഒന്നും വാങ്ങിക്കാറില്ല. അത് ശരിയല്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. കഴിയുമെങ്കിൽ മരിക്കുന്നതുവരെയും മകൻ്റെ നിന്നോ ബന്ധുക്കളിൽ നിന്ന് ആരിൽ നിന്നോ ഒന്നും വാങ്ങാതെ, ഒരു ആനുകൂല്യം പറ്റാതെ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെ ഒരു പരിചയമില്ലാത്ത ആളുകൾ വിളിച്ചിട്ട്, ചേട്ടാ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് ഒരു 2000 രൂപ ഒന്ന് ഇടുമോ?
അതിലൊരു തെമ്മാടി ചോദിച്ചത് എവിടെയാണ് രസമെന്ന് ചോദിച്ചാൽ, അവൻ ഒരു ബാറിൽ ഇരുന്നുണ്ട്, ബാറിൽ എന്താ പറയുക, ഈ മദ്യം വിൽക്കുന്ന സ്ഥലത്ത് നിന്നുണ്ട്, ബീവറേജസ്, അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, പൈസ തികഞ്ഞില്ല കേട്ടാ, ഒരു 2000 രൂപ ഇടുമോ, ഞാൻ തിങ്കളാഴ്ച തരാം. സത്യം പറഞ്ഞാൽ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരൊറ്റ അടി അടിച്ചു കൊടുത്തന്നെ. പലിശ സഹിതം തരാമെന്നാണ് പറഞ്ഞത്, വെള്ളം അടിക്കാൻ മദ്യം വാങ്ങിക്കാൻ പൈസ കൊടുക്കാൻ. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ പറയുമ്പോൾ ഭാര്യ പറയുന്നത് അണ്ണന് അർഹതപ്പെട്ടതാണ്. കാരണം മറ്റൊരു യൂട്യൂബർമാർക്കും അവരുടെ ഫോൺ നമ്പർ കൊടുക്കണമെന്നില്ല. അണ്ണൻ എന്തിനാണ് ഈ 2 ഫോൺ നമ്പറും എടുത്ത് അതിൽ വെച്ച് കാച്ചിയത്? അതുകൊണ്ടല്ലേ അണ്ണനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഒരു ചെറുക്കനെ ചീത്ത വിളിച്ചു. കാരണം ഇന്നലെ രാത്രി 1:45 ഞാൻ 2 മണിക്കല്ലേ കിടക്കണേ, 12 മണി വരെ ഫോൺ എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 1:50 എന്നെ വിളിക്കുന്ന ഒരുത്തൻ, ഞാൻ ഫോൺ എടുത്തില്ല. ഇന്ന് രാവിലെ ഞാൻ അവനെ തിരിച്ചു വിളിച്ചു, അവൻ ഫോൺ കെട്ടി കളഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളവന്ന് ഊതാൻ വിളിച്ച ഏതോ ഒരുത്തനാണ്. കുറേ കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചു, ആരാ? ഞാൻ പറഞ്ഞു ആരാന്ന് ചോദിച്ചാൽ, അല്ല ഇങ്ങോട്ടൊരു കോൾ വന്നു. ഞാൻ പറഞ്ഞു ഇടാം എന്നുകൊണ്ട് മലയാളത്തിലൊരു ചീത്ത വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇടാ ഇന്നലെ രാത്രി 2 മണിക്ക് നിൻ്റെ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ അത് കൈതട്ടി വന്നതാണ്. മേലാൽ ഈ നമ്പർ വിളിച്ചാൽ ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കേണ്ടി വന്നു. നമ്മൾ ഈ നമ്പർ ഇടുമ്പോഴൊരു പ്രശ്നം, ഈ പലരും നമ്പറുകൾ ഇടാത്തത് അതുകൊണ്ടാണെന്നേ. ഇങ്ങനെയുള്ള എന്താ പറയുക തല്ലിപ്പൊളി പിള്ളേർ, രാത്രി ഉറക്കമില്ലാത്തവന്മാർ വല്ലതുമൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കളയും. അല്ലെങ്കിൽ നിളാ നമ്പ്യാരെ നമ്പർ ചോദിച്ചവന്മാരെ പോലെ ഉള്ളവന്മാർ കയറി വിളിക്കും. നമ്പർ ഇടാതിരുന്ന സ്വസ്ഥതയുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും എൻ്റെ സിന്ധു പറയുന്നതാണ്, ഇനിയെങ്കിലും ആ നമ്പർ മാറ്റി. എന്തോ എനിക്കത് മാറ്റാൻ തോന്നുന്നില്ല. കാരണം നമ്മളെ കുറിച്ച്, നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇനി എന്തെങ്കിലും വരണമെങ്കിൽ അതിനെക്കുറിച്ച് ഒക്കെ പറയാനായിട്ടാണ് ഞാൻ ആ നമ്പർ ഇട്ടിരിക്കുന്നത്. നമ്മൾ ചെയ്ത ഇന്നത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ ഇങ്ങനൊരു കുഴപ്പം പറഞ്ഞു, നമുക്ക് തിരുത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നമ്പർ മാറ്റാത്തത്. എന്തായാലും എന്നെ വിളിക്കുന്നവർ ഒന്ന് സെൻസർ ചെയ്യൂ, ഒന്ന് ശ്രദ്ധിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. മലയാളത്തിലെ ഗാന സാഹിത്യത്തിൽ അല്ലെങ്കിൽ ഗാനരംഗങ്ങളെക്കുറിച്ച്, സംഗീതത്തെക്കുറിച്ചും എല്ലാം, ഗാനം എന്നുള്ളൊരു വിഭാഗത്തെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് ലേഖനങ്ങളും എഴുതിയിട്ടുള്ള ആളാണല്ലോ എൻ്റെ സുഹൃത്തായ രവി മേനോൻ. മാതൃഭൂമിയിലുള്ള കാലത്ത് തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അതേ ഈ അടുത്ത കാലത്ത് ഒരു കുറിപ്പ് എഴുതി, ലോക്കൽ ഗുണ്ടകൾക്കും വലിയ ഗുണ്ടകൾക്കുമൊക്കെ രസകരമായ ഓരോ പേരുകൾ കൂടി കാണും സ്വന്തം പേരിനൊപ്പം. ശരിയാണ്. അങ്ങനെ ഞാൻ പലരെയും പേരുകൾ ആലോചിക്കുമ്പോഴേ, ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു ലോക്കൽ ചട്ടമ്പിയായ ഒരു മാമനുണ്ടായിരുന്നു, അങ്കലമ്പാട്ട് കരണൻ, മുരുകൻ തങ്കപ്പൻ. ഇങ്ങനെ ഒരു കുറച്ച് ലോക്കൽ ശാന്തിവിളയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചട്ടമ്പി വരേണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ഈ അങ്കലമ്പാട് കർണൻ എന്ന് പറയുന്ന ആൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആരാധനാപാത്രമായിരുന്നു. നല്ല നസീർ സാറിനെ പോലെ സുമുഖനായ, തൊട്ടാൽ ചോക്കുന്ന നിറമുള്ള മസ്ലിൻ ജുബ്ബയിട്ട, വലിയ മീശ വച്ച, എന്നെ എൻ്റെ അനിയനെയും സ്കൂളിൽ പോകുമ്പോഴേ കുഞ്ഞുങ്ങളെ എന്നേ വിളിക്കുള്ളൂ. കുഞ്ഞുങ്ങളെ ഒതുങ്ങിപ്പോ എന്ന് പറയും, റോഡെ കുഞ്ഞെന്നല്ലാതെ വിളിക്കില്ല. അത്രയും സ്നേഹസമ്പന്നനായ മനുഷ്യനായിരുന്നു അങ്കലമ്പാട് കർണൻ. പാവം അവസാനം ആരോ കൊന്നു. അതുപോട്ടെ. അപ്പോൾ ഈ ഗുണ്ടകൾക്കെല്ലാം, ചട്ടമ്പിമാർക്കെല്ലാം ഓരോ പേര് കാണും. രവിമേനോൻ പറയുന്നത് അങ്ങനെ ഒരു ഗുണ്ടയെക്കുറിച്ചാണ്. ഗുണ്ടകളുടെ പേര് തന്നെ നമുക്കിപ്പോൾ വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമ എടുത്താൽ സിദ്ദിഖ് ലാൽ ഇട്ടിരിക്കുന്ന പേരുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. എരുമേലി ഇല്ലേ, ഇരുമ്പ് ജോണ്, വട്ടപ്പള്ളി, പിന്നെ റാവുത്തറണ്ണ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പേരുകളാണ് ഇട്ടിരിക്കുന്നത്. കൺകെട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ശ്രീനിവാസ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ അതിലെ ഗുണ്ടയുടെ പേര് കീലേരി അച്ചു എന്നായിരുന്നു മാമുക്കോയെ ചെയ്തത്. ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റിലെ ഗോളാന്തര വാർത്തയിലാണെങ്കിൽ കാരക്കൂട്ടിൽ ദാസൻ എന്നായിരുന്നു ശ്രീനിവാസൻ്റെ ഗുണ്ടയുടെ പേര്, കാരക്കൂട്ടിൽ ദാസൻ. വർത്തമാനകാല കേരളത്തിലെ ഗുണ്ടകൾക്കും ഓരോ ഓമന പേരുകളുണ്ടെന്നുള്ള ഒരുത്തന്നെ ഒരു പേരായിട്ടല്ലോ, സ്ഥലപ്പേരും കൂടെ എങ്കിലും ചുരുങ്ങിയത് കാണും. ഇവിടെ തിരുവനന്തപുരത്ത് ആരുടെയൊക്കെ രസകരമായ പേരുകളുണ്ട്. അമ്മയ്ക്കൊരു മകനോ വേട്ടയ്ക്കൊരു മകനോ അങ്ങനെ എന്തൊക്കെ ഉള്ള പേരുകളൊക്കെ ഇട്ടാണ് ഗുണ്ടകളെ വിളിക്കുന്നത്. പുലിവാലി പിടിക്കാതിരിക്കാൻ വേണ്ടി സത്യത്തിൽ ഞാൻ പലരും പേര് പറയാത്തത്. തിരുവനന്തപുരത്ത് കുറേ ഗുണ്ടകളുടെ പേര് എനിക്കറിയാം. പക്ഷേ എല്ലാത്തിലും ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വട്ടപ്പേര് കൂടെ കാണും, അല്ലെങ്കിൽ സ്ഥലപ്പേര് കൂടി കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശസ്ത ഗാനവിചക്ഷണൻ രവി മേനോൻ
നമ്മുടെ ഗാനരചയിതാവായ ബിച്ചു തിരുമലയെ പറ്റി പറയുമ്പോൾ ഒരു ചട്ടമ്പിയെക്കുറിച്ച് പറയാറുണ്ട്. ഞാനതിവിടെ പറയാം. അപ്പോൾ മൈനാകം കടലിൽ നിന്ന് ഉയരുന്നു എന്നുള്ള പ്രശസ്തമായ ബിച്ചു തിരുമലയുടെ ഒരു പാട്ടുണ്ടല്ലോ. ഒരു ഗുണ്ടയുടെ പേര് മൈനാകം മനു എന്നാണ്. ബിച്ചു തിരുമല മരിച്ച ദിവസം രവിമേനോൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ മൈനാകം കടലിൽ നിന്ന് ഉയരുന്നുവോ എന്ന പാട്ടിനെക്കുറിച്ചായിരുന്നു ബിച്ചുവിനെ ഓർമ്മിച്ചുകൊണ്ട് എഴുതിയത്. അത് വായിച്ചിട്ട് മൈനാകം മനു രവിമേനോനെ വിളിച്ചു. എന്തൊരിഷ്ടമാണെന്നോ അണ്ണൻ്റെ ആ പാട്ട് മൈനാകം മനു എന്ന് പറഞ്ഞ ചട്ടമ്പി പറയുകയാണ്. അമ്മയ്ക്കും മരണ ഇഷ്ടമായിരുന്നു മൈനാകം. കുഞ്ഞായിരുന്നപ്പോൾ അമ്മ എന്നെ ഉറക്കിയിരുന്നത് പോലും മൈനാകം കടലിൽ നിന്ന് ഉയരുന്നു എന്നുള്ള പാട്ട് പാടിയാണ് അണ്ണാ എന്ന് നമ്മുടെ രവിമേനോനോട് പറഞ്ഞു. അപ്പോൾ രവിമേനോൻ ചോദിച്ചു, മനുവിന് എന്താ ജോലി എന്ന് ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അണ്ണ. അവനെന്തോ പറയാനൊരു സങ്കോചം പോലെ. ഇവിടെ ഒരു ഇൻഡസ്ട്രിയിൽ പോകുന്നുണ്ട്, ഒറ്റാണ്ടടിയല്ലേ, അതുകൊണ്ട് കാര്യമായി ചിലവൊന്നുമില്ല, കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പോൾ അത്രയും ഓക്കെയാണ്. പിന്നെ അണ്ണനോടാകുമ്പോൾ ഒളിച്ചു വയ്ക്കുന്നത് ശരിയല്ലല്ലോ അണ്ണ. അല്പസ്വല്പം കൊട്ടേഷൻ്റെ ഇടപാടുണ്ട്, എപ്പോഴും ഇല്ല, സീസൺ കാലത്ത് മാത്രം. ഒരു രവിമേനോന് വാക്ക് പിടികിട്ടിയില്ല. കൊട്ടേഷനോ എന്ന് ചോദിച്ചു. അതെ, ഈ ചെറിയ അടി, ഇടി, കത്തികാട്ടി ഭീഷണിപ്പെടുത്തൽ, അത്രയൊക്കെ ഉള്ളെണ്ണ, അതിനപ്പുറമൊന്നുമില്ല. ഇപ്പോൾ കടം വാങ്ങിയിട്ട് മുങ്ങുന്നവന്മാരെ ആരെങ്കിലും എന്നെ ഏൽപ്പിച്ചാൽ ഈ പറഞ്ഞ പോലെ 2-3 ഇടിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ കത്തിയെടുത്ത് കാണിച്ച് തീർത്തുകളയും എന്നൊക്കെ പറഞ്ഞ് ഞാനത് ഒപ്പിച്ചു കൊടുക്കും. അതുപോലെ മാന്യമായി ജീവിക്കുന്ന പെൺകുട്ടികളുടെ കൂടെ ഫോട്ടോ എടുത്തിട്ട് അത് മൊബൈലിൽ എടുത്ത് പേടിപ്പിക്കുന്ന ചിലവന്മാരുണ്ടാണ് ചെറ്റകൾ. അവന്മാരെയും ഞാൻ വരട്ടും. അങ്ങനത്തെ സാമദ്രോഹികളെ ഞാൻ കത്തി കാട്ടിയാണ് വരട്ടുക. നല്ല റേറ്റ് കിട്ടുവാണ്. ഇടയ്ക്ക് പോലീസ് കേസ് വരുമ്പോൾ ഊരിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നൊരു ഒരൊറ്റ ചെറിയ പ്രശ്നമേ ഉള്ളൂ എന്നാണ് മൈനാകം മനു പറഞ്ഞത്. അല്ല, ഈ മൈനാകം എങ്ങനെ വന്നു മനുവിന് എന്നായി രവിമേനോൻ. അത് ഞാൻ തന്നെ ഇട്ടത്. കൊട്ടേഷൻകാരുടെ പേരുകൾ കാണുമ്പോൾ നമുക്ക് രസം തോന്നും. ഇരട്ട പേരില്ലാത്ത ഒരുത്തനുമില്ല കൊട്ടേഷൻ ടീമിൽ. എനിക്കും കിട്ടി ഒന്ന്. സത്യം പറയാമല്ലോ അണ്ണാ, മുട്ടൻ തെറിയായിരുന്നു എൻ്റെ പേരിൻ്റെ കൂടെ ചേർത്തിരുന്നത്. അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ പെട്ട പാട് എനിക്കേ അറിയാവൂ. ഭാഗ്യത്തിന് മൈനാകം എന്ന പാട്ടിനോടുള്ള എൻ്റെ ഭ്രാന്ത് കൂട്ടുകാരന്മാർക്കെല്ലാം അറിയാം. അവരെ കൊണ്ട് മൈനാകം എന്ന് വിളിപ്പിച്ചാണ് ഞാൻ മൈനാകം മനു ആയത്. ഇപ്പോൾ എന്നെ ഈ പേരിലെ ആൾക്ക് അറിയാവുന്ന മൈനാകം മനു എന്ന് പറഞ്ഞാൽ മനുവിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ ആൾക്ക് പറഞ്ഞണം. മൈനാകത്തിൻ്റെ വീട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഇപ്പം മൈനാകം മനുവായി. പിന്നെ ഒരു രഹസ്യം കൂടി ഉണ്ടെണ്ണ. ദീർഘനേരം ശ്വാസം അടക്കി പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ ഒരു പ്രത്യേക ശീലം തന്നെ എനിക്കുണ്ടെണ്ണ. കുട്ടിക്കാലത്തേ ഉള്ള ശീലമാണ്. മൈനാകം കടലിൽ നിന്ന് ഉയരുന്ന പോലെയാണ് ഞാൻ പിന്നെ പൊങ്ങുക. അതും വട്ടപ്പേരിന് കാരണമായിട്ടുണ്ടെണ്ണ. ഒരു പാവം ഗുണ്ടായിരിക്കും കേട്ടോ. അണ്ണൻ ഇനി ശ്യാം സാറിനെ വിളിക്കുമ്പോൾ, സംഗീത സംവിധാനം ആ പാട്ടിൻ്റെ സംഗീതം കൊടുത്തിരിക്കുന്നത് ശ്യാമാണല്ലോ. അണ്ണൻ ഇനി ശ്യാം സാറിനെ വിളിക്കുമ്പോൾ എൻ്റെ കാര്യം കൂടി പറയണം. ശ്യാം സാറിനെയും ബിച്ചു സാറിനെയും കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ജാനകി അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. ബിച്ചു സാറ് പോയി, ഇനി ശ്യാം സാറേ ഉള്ളൂ. കാണാൻ ഭാഗ്യം ഉണ്ടാകാൻ വഴിയില്ല അണ്ണ. എന്തായാലും അണ്ണൻ ശ്യാം സാറിനെ കാണുമ്പോൾ എന്നെപ്പറ്റി ഒന്ന് പറയണം. ഇതാണ് രവിമേനോൻ ബിച്ചു തിരുമലയുടെ ചരമ ദിവസം എഴുതിയത്. നല്ല പാട്ടായിരുന്നല്ലോ. മൈനാകം കടലിൽ നിന്ന് ഉയരുന്നു, ജാനകി അമ്മയുടെ ശബ്ദത്തിൽ മനോഹരമായ പാട്ടായിരുന്നു. തിരുവനന്തപുരത്ത് പാങ്ങോടാണല്ലോ പട്ടാളത്തിൻ്റെ കേന്ദ്രം എന്ന് പറയാം കേരളത്തിലെ. അപ്പോൾ പാങ്ങോട് മിലിറ്ററി ഏരിയ കഴിഞ്ഞ് വടക്കോട്ട് പോകുന്ന റോഡുണ്ട്. ആ മിലിറ്ററി ഏരിയ കഴിഞ്ഞ് വടക്കോട്ടേക്ക് പോയാൽ
ശാസ്ത്രമംഗലത്തേക്കും പോകാം, വട്ടിയൂർക്കാവിലേക്കും പോകാം. അതാണ് ആ റോഡ്. ഈ റോഡിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ്റെ കുടുംബ വീട്. കട്ടച്ചൽ റോഡെന്ന് പറയും. ആ റോഡിലാണ് പ്രിയദർശൻ്റെ വീട്. TV ചന്ദ്രൻ ചേട്ടൻ ആ റോഡിൽ വലതുവശത്തേക്ക് തിരിയുന്നൊരു വഴിയുണ്ട്. ആ വഴിയിൽ അവസാനിക്കുന്നിടത്താണ് ചന്ദ്രേട്ടൻ വീട് വെച്ചിരിക്കുന്നത്. മനോഹരമായ വീടാണ്. അവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ മൂക്കുന്ന് മലയും സൂര്യൻ്റെ ഉദയവും ഒക്കെ കാണാൻ പറ്റും. നല്ല രസകരമായ ലാൻഡ്സ്കേപ്പ് മൊത്തം കാണാവുന്ന വീടാണ് ചന്ദ്രേട്ടൻ്റെത്. അതുപോലെ തന്നെ ഈ കട്ടച്ചൽ റോഡിൽ പ്രിയദർശൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡിലാണ് കുറച്ച് കാലം തിലകൻ ചേട്ടൻ മോളോട് പിണങ്ങിയിട്ട് ഒരു മോൻ്റെ വീട്ടിൽ താമസിച്ചത്. മോൻ്റെ പേരേറ്റ പറഞ്ഞ് എൻ്റെ റേഷൻ കെട്ടി കളയാം, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അവിടെ നിന്നാണ് അദ്ദേഹം ആശുപത്രിയിലാവുന്നത്, ആശുപത്രി വെച്ച് മരിക്കുന്നത്. പെരുന്തച്ചനൊക്കെ എടുത്ത 7 Arts വിജയകുമാറിൻ്റെ അനുജൻ ജയകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാവചിത്ര ജയകുമാർ എന്ന് വിളിക്കുന്ന അദ്ദേഹം താമസിക്കുന്നത് ഈ റോഡിലൊരു ഫ്ലാറ്റിലാണ്. പിന്നെ നമ്മുടെ നടനും സംവിധായകനും ഒക്കെ ആയ P. ശ്രീകുമാർ, സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനായിരുന്ന P. ശ്രീകുമാർ താമസിക്കുന്നതും ഇവിടെയാണ്. അങ്ങനെ നിരവധി സിനിമാക്കാർ ഈ പറയുന്ന റോഡിൽ താമസമുണ്ട്. അംബിക, രാധ, മല്ലിക സഹോദരിമാരുണ്ടല്ലോ, കല്ലറ സരസമ്മയുടെ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സരസമ്മയുടെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നല്ല വയസ്സായി പാവും. അവർക്ക് ഈ ഓണത്തിന് രാധ പായസം സ്പൂണിൽ വെച്ച് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇവിടെ ARS ഗാർഡൻ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഈ റോഡിലാണ്. ഞാൻ ആ സ്റ്റുഡിയോയിൽ ഒരുപാട് കാലം എൻ്റെ സീരിയൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ പാർവതി, ഇപ്പോഴത്തെ തിരുവത്തല്ല, പഴയ പാർവതി സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് വാടകയ്ക്ക് താമസിച്ചതും ഈ റോഡിലാണ്. പാർവതി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ പോയാൽ പ്രശസ്തമായ പാറക്കോവിൽ എന്ന് പറഞ്ഞ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. തിരുവനന്തപുരത്ത് എത്തുന്നവർ ഉറപ്പായിട്ടും ആ ക്ഷേത്രത്തിൽ പോയി കണ്ടിരിക്കണമെന്ന് ഞാൻ പറയും. തിരുവനന്തപുരത്ത് ഇത്രയും ഉയരമുള്ള മറ്റൊരു ക്ഷേത്രം ഉണ്ടാവില്ല. ഒരു വലിയ ഉയരത്തിലാണ്. പഴനിയിൽ മുരുക ഇരിക്കുന്ന പോലെയാണ് പാറക്കോവിലിൻ്റെ ശ്രീകൃഷ്ണ ഇരിക്കുന്നത്. പലതവണ ഞാനവിടെ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു സീരിയൽ ചിത്രീകരിച്ചിട്ടുണ്ട് എങ്കിലും അവിടെ ഇത്ര പടിക്കെട്ടുകൾ ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. പാറക്കോവിലിന് മുകളിൽ നിന്നാൽ കടലും ശംഖുമുഖം കടലും ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗവും മൂക്കുന്നി മലയും ഒക്കെ കാണാം. തിരുവനന്തപുരം പട്ടണം മുഴുവൻ കാണാം എന്ന് പറയുന്നതായിരിക്കും ചെയ്ത്. ഒന്ന് റോൾ ചെയ്ത് നോക്കിയാൽ, കറങ്ങി നോക്കിയാൽ തിരുവനന്തപുരം പട്ടണം മുഴുവൻ കാണാം ഈ പാറക്കോവിലിൻ്റെ മുകളിൽ നിന്നാൽ. മഞ്ഞുള്ള പ്രഭാതത്തിലും മഴക്കാലത്തും പാറക്കോവിലിൻ്റെ മുകളിൽ നിന്ന് ഈ ഭൂമിയെ കാണണം. ലോകത്ത് ഇത്രയും സൗന്ദര്യമുള്ളൊരു സ്ഥലമില്ല എന്ന് നമുക്ക് തോന്നും തിരുവനന്തപുരം ഈ മഴയത്തോ മഞ്ഞത്തോ കണ്ടാൽ. ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് മലയാളത്തിൻ്റെ ജനകീയ പാട്ടെഴുത്തുകാരൻ ബിച്ചു തിരുമല എന്ന ശിവശങ്കരൻ നായരുടെ വീട്. ബിച്ചു ചേട്ടൻ മരിച്ചതറിഞ്ഞ് അവസാനമായി അദ്ദേഹത്തെ കാണാൻ പോയപ്പോഴും തിരിച്ച് ഞാൻ വരുമ്പോൾ ഈ പാറക്കോലിൻ്റെ ചോട്ടിൽ നിന്നിട്ട്, മേളിൽ പോയില്ല, ചോട്ടിൽ നിന്നിട്ട് പാറക്കോലിനെ ഒരുപാട് നേരം ഞാൻ നോക്കി നിന്നു. പത്മനാഭൻ്റെ നഗരം, പത്മനാഭൻ എന്ന് വാസ്തവത്തിൽ തിരുവനന്തപുരത്തുകാർ പറയല്ല, പപ്പനാഭൻ എന്നേ പറയൂ, അനന്ത പപ്പനാഭൻ എന്നേ പറയൂ പത്മനാഭ സ്വാമിയെക്കുറിച്ച്. പത്മനാഭൻ്റെ നഗരം എന്നാണ് തലസ്ഥാനത്തെ ബിച്ചുചേട്ടൻ വിളിച്ചിരുന്നത്. പാറക്കോവിലിൽ അനാരോഗ്യവാൻ ആകുന്നതുവരെ ബിച്ചുചേട്ടൻ്റെ നിത്യ സന്ദർശനം ഉണ്ടായിരുന്ന ഇടമായിരുന്നു. ഇവിടുത്തെ പടിക്കെട്ടുകളിൽ എവിടെയെങ്കിലും ഇരുന്നാൽ അറിയാതെ ഭാവന അദ്ദേഹത്തിന് വിരിയും. ഇവിടുന്നാണ് ബിച്ചുചേട്ടൻ്റെ സിനിമാ യാത്ര തുടങ്ങിയത് എന്ന് പറയാം. ആനകളില്ലാതെ, അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കുന്നതൊക്കെ എഴുതുമ്പോൾ ബിച്ചുചേട്ടൻ എഴുതിയ പ്രശസ്തമായ പാട്ടാണല്ലോ ഹൃദയം ദേവാലയം എന്നുള്ള പാട്ട്. പാറക്കോവിൽ ബിച്ചുചേട്ടൻ്റെ മനസ്സിൽ ഉണർന്നു വന്നിരിക്കാം ഇതെഴുതുമ്പോൾ. ആനകളില്ലാതെ, അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ട് ഇവിടെ എന്നെഴുതുമ്പോൾ, സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ട് എന്നെഴുതുമ്പോൾ പാറക്കോവിലിനെ ഓർത്തിരിക്കും അദ്ദേഹം. പാട്ടെഴുതാനല്ല ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാരനായ ശിവശങ്കരൻ നായർ മദ്രാസിലേക്ക് ഒളിച്ചോടിയത്. ഒരു സംവിധായകനാകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ബിച്ചു തിരുമല എന്ന് കേട്ടാൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു അനുഭവ കഥയുണ്ട്. അശോകൻ ദാഹ ടീം മൂക്കുല രാജ്യത്തോടെ പിരിഞ്ഞു. പടം വലിയ വിജയമാണെങ്കിൽ അവർ തമ്മിൽ പിരിഞ്ഞു. എന്നിട്ട് അശോകൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന സിനിമയാണ് ആചാര്യൻ. ഞാനാണല്ലോ അസോസിയേറ്റ്. മാതൃഭൂമിയിലെ സബ് എഡിറ്ററായിരുന്ന ജയചന്ദ്രനാണ് ആചാര്യൻ്റെയും തിരക്കഥ. മൂക്കുല രാജ്യത്ത് എഴുതുന്നതും അദ്ദേഹമാണ്. PMG ജംഗ്ഷനിലുള്ള പ്രശാന്ത് ഹോട്ടലിൽ റൂമെടുത്ത് കഥാചർച്ചയും തിരക്കഥ എഴുത്തും എന്താ പറയുക
അത് ഇത് രണ്ടും ആഴ്ചകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയ സിനിമയായിരുന്നു ആചാര്യൻ. നമ്മൾ ആചാര്യൻ ചെയ്യുമ്പോൾ സുരേഷ് ഗോപി ഇവിടുത്തെ ഒരു സാധാരണ നടനാണ്. അദ്ദേഹം അതിലൊരു പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിക്കുന്നത്. പടം തുടങ്ങി കുറച്ച് സീനുകൾ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലിൽ വോക്കൽ കോഡ് തകർന്നു പോകും. പിന്നെ സംസാരമില്ല, ഊമയാണ്. ഒരു ആംഗ്യമല്ലാതെ വർത്തമാനമില്ല. വർഷങ്ങളോളം കിടന്നിട്ട് സിനിമ പുറത്ത് വരുമ്പോഴേക്കും ഏകലവ്യൻ അടക്കമുള്ള സിനിമകൾ റിലീസായി. തലസ്ഥാനും ഏകലവ്യനും ഒക്കെ ആയി. മിമിക്രിക്കാർ കളിയാക്കിക്കൊണ്ടിരുന്ന സുരേഷ് ഗോപിയുടെ ശബ്ദം കേട്ടാൽ കൈയടിക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്റ്റാർഡം അദ്ദേഹത്തിനും ഉണ്ടായി. ഒരു സ്റ്റാറായി മാറി. അപ്പോൾ ഈ ഊമയായ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചാൽ തൻ്റെ ഇമേജിനെ കോട്ടം വരുത്തുമോ എന്ന് വിചാരിച്ചിട്ട് സുരേഷ് ഗോപി തന്നെ ഈ പടം ഇറങ്ങാതിരിക്കാൻ ഒരുപാട് കളി കളിച്ചു. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ആചാര്യനെക്കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് വർഷങ്ങളോളം നീണ്ടുപോയത്. ഒരിക്കൽ പോലും ആചാര്യൻ്റെ നിർമ്മാതാവ് തുളസിച്ചേട്ടൻ മുഖം കറുത്തൊരു വാക്ക് ആരോടും, ഞങ്ങളുടെ സെറ്റിലുള്ള ആരോടും പറഞ്ഞിട്ടില്ല. ആചാര്യൻ ശരിക്കും അശോകൻ്റെ മാത്രം പ്രോജക്റ്റാണ് എന്ന് പറയാം. മൂക്കുല രഞ്ജിത്ത് വലിയ വിജയം അതിൻ്റെ പിന്നാലെ ചെയ്ത സിനിമയാണ്. ആർട്ടിസ്റ്റുകളുടെ ഡേറ്റുകളും വിതരണക്കാരുമായുള്ള വിലപേശലും എല്ലാം അശോകൻ്റേതാണ്. ശ്രീലങ്കൻ സിംഹളക്കാരിയായ യശോദയായിരുന്നു നായിക. പ്രധാന വില്ലന്മാരും എന്താ പറയുക ശ്രീലങ്കക്കാരായിരുന്നു. ആചാര്യനിൽ ഒരു പാട്ട് വേണം. ഔസേപ്പച്ചനാണ് സംഗീതം. എഴുതാൻ ബിച്ചു ചേട്ടനെ ഏൽപ്പിച്ചു. അക്കാലത്ത് കേരള സംസ്ഥാന നാടകോത്സവം നടക്കുന്ന സമയമായിരുന്നു. അതിലെ ഒരു ജൂറിയും കൂടിയാണ് ബിച്ചു ചേട്ടൻ. ചിത്രയാണ് പാടാൻ നമ്മൾ നിശ്ചയിച്ചത്. നാടക മത്സരത്തിൽ ജൂറിയാണെങ്കിലും തലസ്ഥാന വാസിയായതിനാൽ തലസ്ഥാനത്തുള്ളവർക്കാകുമ്പോൾ റൂം കൊടുക്കില്ലല്ലോ, കാർ മാത്രമേ കൊടുക്കൂ. ഒരാഴ്ച പാട്ട് എഴുതുന്നതിൻ്റെ പേര് പറഞ്ഞ് ബിച്ചു ചേട്ടൻ പ്രശാന്തിൽ റൂം എടുത്തു. നമ്മളെ കൂടെ ഒരു റൂം എടുത്തങ്ങ് താമസിച്ചു. വൈകുന്നേരം ആകുമ്പോൾ BJT ഹാളിലേക്ക് പോകാനായിട്ട് സർക്കാരിൻ്റെ കാർ വരും. അതിൽ കയറി പോവും. രാത്രി ഒരുപാട് വൈകി മോശമല്ലാത്ത ഫോമിൽ തിരിച്ചു വരും. ഭംഗിയായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങും. ഉച്ചയാകുമ്പോൾ എണീക്കും, കുളിക്കും, പല്ല് തേക്കും, ഭക്ഷണം കഴിക്കും, പിന്നെയും ഉറങ്ങും. വൈകുന്നേരം ആകുമ്പോൾ കാറ് വരും, കയറിപ്പോവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശീലം. നമുക്ക് നമ്മുടെ റൂമിലാണ് താമസിക്കുന്നത്, പക്ഷേ പാട്ട് മാത്രം എഴുതുന്നില്ല. നാടകോത്സവം നടന്ന 7 ദിവസവും ഇതായിരുന്നു ബിച്ചു ചേട്ടൻ്റെ ടൈം ടേബിൾ. ദുർഘടമായ വഴികളിലൂടെയാണ് ആചാര്യൻ്റെ ചിത്രീകരണം നടന്നത്. 8-9 ഷെഡ്യൂളായി. നിർമ്മാതാവിൻ്റെ ആപ്പീസ് പൂട്ടി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയാം. പ്രശാന്തിൻ്റെ അടുക്കളയിൽ കയറി ഇപ്പോഴും എനിക്ക് അതിലെ പോകുമ്പോൾ ചിരി വരും. അവനവന് ആവശ്യമുള്ളത് സ്വയം ഉണ്ടാക്കി കഴിക്കലായിരുന്നു ഞങ്ങളൊക്കെ. കാരണം പൈസ കൊടുക്കാനില്ല, പക്ഷേ റൂമിൽ നിന്ന് ഇറക്കി വിടില്ല. നല്ല മാനേജ്മെൻറ്റായിരുന്നു. അപ്പം നമുക്ക് ഒരു തേയില വെള്ളം ഇട്ട് കുടിച്ചാലോ, ബ്ലാക്ക് ടീ. നേരെ ലിഫ്റ്റിൽ കയറി അടുക്കളയിൽ ചെന്നിറങ്ങി തന്നെ പൊടിയൊക്കെ എടുത്ത് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി തേയില ഇട്ട് കുടിക്കും. 2 ദോശ ഇട്ടാലോ, 2 ദോശ ഇടും. അങ്ങനെ ആയിരുന്നു കുറേ കാലം. 7 ദിവസം പൊറുതിയായിട്ടും ബിച്ചു ചേട്ടൻ ഒരു വരി പോലും എഴുതിയിട്ടില്ല. അശോകൻ്റെ പ്രഷറിൽ ചേട്ടാ ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഷർ ചെയ്തപ്പോൾ ചായം പോയ സന്ധ്യയിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് എഴുതി. ചില വരികൾ മാറ്റണമെന്നായി പാട്ട് വായിച്ചു കേട്ട അശോകൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് 2 നാൾ പിന്നെയും ഒന്നും സംഭവിക്കുന്നില്ല. നാടകോത്സവം കഴിഞ്ഞിട്ടും റൂമിൽ കിടന്ന് ഉറക്കമാണ്. അടിക്കുക, ഉറങ്ങുക, വീട്ടിൽ ഫോൺ ചെയ്ത് സംസാരിക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രശസ്ത നിർമ്മാതാവായി പിന്നീട് മാറിയ ആൽവിൻ ആൻ്റണിയാണ് ആചാര്യൻ്റെ കൺട്രോളർ, പ്രൊഡക്ഷൻ കൺട്രോളർ. അശോകൻ്റെ അവസ്ഥ കണ്ട ആൻ്റണി ബിജുവിൻ്റെ റൂമിലേക്ക് ചെന്നു. ഈ അരം പ്ലസ് അരം കിന്നരം എന്ന് പറഞ്ഞ പ്രിയദർശൻ്റെ പടത്തിൽ പറയും പോലെ അക്കാലത്ത് ആൻ്റണിയും നല്ല കീറുന്ന സ്വഭാവമുള്ള സമയമാണ്. ആൻ്റണി ഒരു കുപ്പി കരുതിയിരുന്നു കയ്യിൽ. 2 പേരും കൂടി ജ്യേഷ്ഠാനുജന്മാരെ പോലെ ഇരുന്ന് കുപ്പി തീർത്തു. ഫിറ്റായപ്പോൾ ആൻ്റണി കാര്യത്തിലേക്ക് കടന്നു. എനിക്കൊന്ന് ബിച്ചു ചേട്ടനോട് സംസാരിക്കാൻ ധൈര്യം സംഭരിക്കാനായിരിക്കണം ഈ കുപ്പിയും കൊണ്ട് ചെന്നത്. പാട്ടെവിടെ എന്ന് ചോദിച്ചു. പാട്ട് തിരുത്തണമെന്നാണ് സംവിധായകൻ്റെ നിർദ്ദേശമെന്ന് ബിച്ചു ചേട്ടൻ. എന്നാ അശോക് ഇക്കാര്യം പറഞ്ഞത്
ഈ പാട്ട് വായിച്ച് കേട്ടിട്ട് തിരുത്തണം എന്ന് അശോകൻ പറഞ്ഞിട്ട് എത്ര കാലമായി? 2-3 ദിവസമായി. അപ്പോൾ പിന്നെ തിരുത്താത്തത് എന്താ? എടാ മോനെ, അതിനൊക്കെ ഒരു മൂഡ് വേണ്ടേടാ. ഇപ്പോൾ എനിക്കൊരു മൂഡ് വരും പോലെ എന്നായി ബിച്ചു ചേട്ടൻ. അപ്പോൾ മൂഡ് വരും പോലെ എന്ന് പറഞ്ഞപ്പം ആൻ്റണി പറയുകയാണ്, എനിക്ക് ഉറക്കം വരും പോലെ ഒരു മൂഡ് വരുന്നുണ്ട്, ഞാൻ ഇന്ന് ഇവിടെ കിടന്നുറങ്ങും. ആരാ? ബിച്ചു ചേട്ടൻ്റെ കൂടെ കിടന്ന് ഉറങ്ങും. രാവിലെ ഞാൻ എണീക്കുമ്പോൾ തിരുത്തിയ പാട്ട് കിട്ടണം, ഇല്ലെങ്കിൽ. അപ്പോൾ ബിച്ചു ചേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ തിരുത്തും. അപ്പോൾ ഇവിടെ ഒരു രഹസ്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പറയാം. സുഹൃതം എന്ന് പറഞ്ഞ സിനിമയിൽ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും ഏറ്റുവാങ്ങി അസുഖം എല്ലാം മാറി ഇപ്പോൾ മമ്മൂക്ക വന്നതുപോലെ ക്യാൻസറിൻ്റെ പിടിയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് രവിശങ്കർ തിരിച്ചു വന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാം കോഞ്ഞാട്ടായി. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് ആ അസുഖം തിരിച്ചു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു രോഗി വന്നിട്ട് ചികിത്സിച്ച് ഭേദമാക്കിയ രോഗം തിരിച്ചു തരാമോ എന്ന് ചോദിക്കുന്ന ഒരു മനോഹരമായ സീൻ നരേന്ദ്രപ്രസാദ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ അവസാനം ഗതികെട്ട് ഒരു നിവൃത്തിയുമില്ലാതെ അവസാനം രവിശങ്കർ ഒരു തീരുമാനമെടുക്കും, ജീവിതം അവസാനിപ്പിക്കുക. അദ്ദേഹം കടലിനെ നോക്കി നടക്കും. ഇതിനിടയിൽ നമ്മൾ ഇൻ്റർകട്ട് ചെയ്യും, പത്രം പ്രിൻ്റ് ചെയ്യുന്നത്. രവിശങ്കർ നടക്കുന്നു, പത്രം കട്ട് ചെയ്യുന്നു, പത്രം പ്രിൻ്റ് ചെയ്യുന്നത് കാണിക്കുന്നു. ഇങ്ങനെ ഇൻ്റർകട്ട് ചെയ്ത് അവസാനം പ്രിൻറ്റിങ് മെഷീൻ നിർത്തുമ്പോൾ ആ പത്രത്തിൽ കാണുന്ന ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ പ്രശസ്ത സാഹിത്യകാരൻ രവിശങ്കർ അന്തരിച്ചു എന്നുള്ളതാണ്. അവിടെ തീരും. അപ്പോൾ അയാൾ കടലിലേക്ക് നടന്നുപോയി, കടലിൽ വീണ്ടിരിക്കാം. അങ്ങനെ മമ്മൂട്ടി പോകുമ്പോൾ ലോ ആംഗിളിൽ ക്യാമറ വെച്ചാൽ കടലിലേക്ക് ഇയാൾ ഗ്രാജുവലായിട്ട് ഇറങ്ങി വെള്ളത്തിലേക്ക് തന്നെ പോയി എന്ന് തോന്നണം. പക്ഷേ എന്നാൽ കടലിൽ മണൽത്തിട്ട് ഇത്തിരി ഉയർത്തി വേണം, കാരണം താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടലല്ല, അതിലങ്ങ് നടന്നങ്ങ് മാറിയാതില്ല മമ്മൂക്ക. ഇതിനു വേണ്ടി ഞങ്ങൾ മുക്കമടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കടൽ കണ്ടു. വർക്കല, ശംഖുമുഖം, കോവളം, ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ഒരിടത്തും ക്യാമറാമാൻ വേണം അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് അതെടുത്താൽ നന്നാവില്ല. ഈ കടൽ കാണലിൻ്റെ യാത്രക്കിടയിൽ ആൽവിൻ ആൻ്റണി പറയുകയാണ്, ഈ കടലിലേക്ക് പോയ അങ്ങനെ കാണിച്ചാൽ ആളുകൾ വിശ്വസിക്കുമോ? എന്ത് അല്ല, അയാൾ അപ്പുറത്തോടെ ഇറങ്ങി നടന്നു പോയെന്ന് വിചാരിക്കും. അപ്പം വേറെ പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ലോങ്ങിൽ വെക്കുമ്പോൾ അറിയാമല്ലോ ഇയാൾ വെള്ളത്തിലേക്ക് തന്നെ പോയെന്ന് തോന്നുന്നു, അയാൾ അപ്പുറത്തോടെ നടന്നു പോയെന്ന് നമുക്കല്ലേ അറിയാൻ പറ്റും. ഇല്ല അതൊരു വിശ്വാസ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. ഇതിനിടയിൽ ആൻ്റണി പറഞ്ഞു, തെന്മല എന്ന് പറഞ്ഞ കൊല്ലം ജില്ലയിലെ തെന്മലയിൽ ഒരു മീറ്റർ ഗേജ് റോഡുണ്ട് മധുരയ്ക്ക് പോകുന്നത്. റോഡല്ല, റെയിൽവേ ട്രാക്ക്, ഒരു ട്രാക്കേ ഉള്ളൂ. അത് മനോഹരമായ സ്ഥലത്താണ്, കാരണം വലിയ തൂണുകൾക്ക് മുകളിലാണ് ഈ പാലം. ആ പാലത്തിലുള്ള ട്രെയിൻ കൊല്ലത്തുനിന്ന് കടന്നു വന്നാൽ ഈ തുരങ്കത്തിലേക്ക് കയറി മറുവശത്തേക്ക് അങ്ങ് പോകും, മലയുടെ അടി കൂടെ. നമുക്ക് ഈ പാളത്തിലൂടെ മമ്മൂക്ക നടന്ന് ഈ ഗുഹയിലേക്ക് കയറുകയും ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്ന് ട്രെയിൻ വരുന്ന ഷോട്ടും കൂടി ഈ പത്രത്തിൻ്റെ കൂടെ കട്ട് ചെയ്താൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം അദ്ദേഹം ആ ഇരുട്ടിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ട്രെയിൻ തട്ടി തീർന്നു. പത്രത്തിൽ പ്രിൻ്റ് ചെയ്ത് വരുന്ന ഇൻ്റർകട്ടും കൂടെ ആകുമ്പോൾ ഓക്കെ ആവും. പക്ഷേ പൂച്ചക്കാർ മണികെട്ടു എന്ന് കേൾക്കുമ്പോൾ MG സാറിനോട് ആര് പറയും അദ്ദേഹം എഴുതിയ ക്ലൈമാക്സ് മാറ്റാമോ എന്ന്. പക്ഷെ കേട്ടവർക്കെല്ലാം അത് നല്ല എൻഡായിരിക്കും തോന്നി. അങ്ങനെ ഹരികുമാർ സാറ് MGയെ വിളിച്ച് സംസാരിച്ചു, വിശദമായി സംസാരിച്ചു. ഇങ്ങനെ ആൻ്റണി പറഞ്ഞൊരു സജഷനാണ്. ആൻ്റണി പറഞ്ഞതെന്ന് പുള്ളി പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പിന്നെ പുള്ളി ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത് അദ്ദേഹം കണ്ടെത്തിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് ആൻ്റണിയുടെ പേര് ഞാൻ വെച്ചു, കാരണം ഞാൻ കണ്ടെത്തിയതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ MG സാറിൽ ഗെറ്റ് ഔട്ട് അടിച്ചാലോ, അതുകൊണ്ട് ആൻ്റണിയുടെ തലയിൽ വെച്ച്. കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ ചിത്രീകരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തെന്മല പോയാണ് അത് ഷൂട്ട് ചെയ്തത്. നിങ്ങൾ ഇനി സുഹൃത്ത് ഒന്നുകൂടെ കണ്ടു നോക്കും, മനോഹരമായ ക്ലൈമാക്സാണ്, പൊയറ്റിക്കായ ക്ലൈമാക്സാണ്. ആ ഗുഹയിലേക്ക് മമ്മൂട്ടി കയറിപ്പോവുകയും അവിടുന്ന് ട്രെയിൻ വരികയും ചെയ്യുമ്പം ഉറപ്പായിട്ടും വിചാരിക്കും രവിശങ്കർ ആ ട്രെയിനിന് അടിപ്പെട്ട് മരിച്ചു. അപ്പോൾ അങ്ങനെ MGയുടെ തിരക്കഥയുടെ ക്ലൈമാക്സ് തിരുത്തിയ ആൻ്റണി ബിച്ചു തിരുമലയോട് പറയുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ തിരുത്തുമെന്ന്. ഒരിക്കലും ആൻ്റണി ഇങ്ങനെ പറയുമെന്ന് ബിച്ചു തിരുമല കരുതിയതല്ല. കാരണം ബിച്ചു തിരുമല വലിയ വലിയ പടങ്ങൾ, അവിശേഷിച്ച പടങ്ങൾ ചെയ്തതല്ലേ. പീറ്റർ ഞാറക്കലിനെയൊക്കെ പോലുള്ള വലിയ പുരുഷ എക്സിക്യൂട്ടീവുമാരുടെ സിനിമകളിൽ പോലും അവർ ഒരക്ഷരം ബിച്ചു ചേട്ടനോട് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഇത് മോശമല്ല, അടിച്ച് ഫിറ്റായപ്പോഴാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ തിരുത്തുമെന്ന്. ആൻ്റണി വെട്ടിയിട്ട പോലെ കിടന്ന് ഉറങ്ങി. അത് നോക്കി ബിച്ചു ചേട്ടൻ ഇരുന്നു. ആൻ്റണി ഉറങ്ങണമെന്ന് നോക്കി ഇങ്ങനെ ഇരുന്നു. നേരം വെളുത്തു.
ആന്റണി വൈകി ഉണർന്നു. ഇന്നലത്തെ സംഭവങ്ങൾക്കൊക്കെ ആന്റണി ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ആന്റണി ഇന്നലത്തെ സംഭവങ്ങൾക്കൊക്കെ സോറി പറഞ്ഞു. സോറി പറഞ്ഞിട്ട് ചോട്ടി, ചേട്ടാ ചായ പറ കേട്ടോ എന്ന് കേട്ട്. ചായ പറ എന്ന് പറഞ്ഞു. അപ്പോൾ ചായ പറ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കും മുമ്പ് തന്നെ പറഞ്ഞു, പിന്നെ നീ ചായ ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ ഒരു കടലാസ് എടുത്ത് നീട്ടിയിട്ട് പറഞ്ഞ് ഇത് കൊണ്ടുപോയി അശോകന് കൊടുക്ക്, എന്നിട്ട് ചായ കുടിക്കാൻ പാ. പാട്ട് രാത്രി തന്നെ ഈ ആൻ്റണിയുടെ വിരട്ടിൽ എന്നാലും അവ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളതിൽ അദ്ദേഹം രാത്രി തന്നെ എഴുതി വെച്ചു. പിന്നെ നീ വരുമ്പോഴേ എൻ്റെ കാശും പാട്ടെഴുതി എൻ്റെ കാശും മദ്രാസിലേക്ക് പോകാനുള്ളൊരു ടിക്കറ്റും കൂടെ കൊണ്ടുപോകാം. കാശോ? അതെ, പാട്ടെഴുതിയാൽ കാശ് തരണ്ടേ? അതിന് പാട്ട് എഴുതിയാലല്ലേ തരണ്ടേ എന്നായി ആൻ്റണി. പാട്ട് എഴുതുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഇന്ന് എത്ര രൂപ വാങ്ങിച്ച് കണക്ക് പറഞ്ഞാൽ ബാക്കി തന്നിട്ടേ നിങ്ങൾക്ക് മുറി വിട്ട് പോകാൻ പറ്റൂ എന്നായി ആൻ്റണി. കാരണം പാട്ട് അന്നത്തെ കാലത്തൊക്കെ ഒരു 2000-3000 രൂപയേ ഉള്ളൂ. 5 രൂപ വാങ്ങിച്ചെന്ന് വെച്ചോളൂ. 5 രൂപ പാട്ടിനാണെങ്കിൽ 6-7 വാങ്ങിച്ച് കഴിഞ്ഞ് ആൻ്റണി ഇരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് താമസിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഇതിന് മദ്രാസിൽ പോകാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് തരണം, അവിടെ ഏതോ പാട്ടിന് എഴുതാൻ പോകാനാണ്. അങ്ങനെ അത് എനിക്കിപ്പോൾ സത്യത്തിൽ ആലോചിക്കുമ്പോൾ ചിരി വരുന്നൊരു കാര്യമാണ്. പിച്ചു ചേട്ടൻ ഇല്ല, ആൻ്റണി ഇത് കേൾക്കുമ്പോൾ ആ പഴയകാലം ഓർക്കുമായിരിക്കും. ഇനിയൊരു 10-47 വർഷം മുമ്പുള്ള ഒരു അനുഭവം പറയാം. നടൻ മധു സാറ് തിരുവനന്തപുരത്ത് ഉമാ സ്റ്റുഡിയോ സ്ഥാപിച്ച സമയം എം കൃഷ്ണൻ നായർ സാറ് മധു സാറിനെ നായകനാക്കി റൗഡി രാമു എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്യുന്ന സമയം ചിത്രീകരണം നടക്കുകയാണ്. മധു സാർ സിനിമയിലെത്തിച്ച അരോമ മണി സാറാണ് നിർമ്മാണം. ചർച്ചകൾക്കിടയിൽ എപ്പോഴോ ഒരു പാട്ട് കൂടി ഉണ്ടായാൽ നന്നാവുമെന്ന് ഒരു തീരുമാനം വന്നു. നമുക്കിവിടെ ഒരു പാട്ടുകൂടെ ചേർത്താൽ നന്നാവും. അരോമ മണി പാതിരാത്രി എന്ന് നോക്കാതെ സംഗീത സംവിധായകൻ ശ്യാമിനെ വിളിക്കുന്നു. അപ്പോൾ ശ്യാമാണല്ലോ അരോമയുടെ എല്ലാ പടവും, തുടക്കം മുതൽ ശ്യാമാണ്. എത്ര സൂപ്പർ ഹിറ്റ് പാട്ടുകൾ ശ്യാമും ചുരക്കര രാമൻകുട്ടിയും കൂടി അരോമ മണിക്ക് വേണ്ടി ചെയ്തു. ശ്യാം ഇപ്പോൾ വീട്ടിലില്ല. ഒരു പടത്തിൻ്റെ പാട്ടുകളുടെ കമ്പോസിങ്ങുമായി ഹോട്ടൽ മുറിയിലാണ്. മദ്രാസിൽ തന്നെ മോറിസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ശ്യാം താമസിക്കുന്നത്. രാത്രി 12:30 കഴിഞ്ഞു. ബാക്കി നാളെ ഇനി ഇരിക്കാമെന്ന് ഉറപ്പിച്ച് കിടക്കാനായി തയ്യാറെടുക്കുമ്പോൾ ഒരു റൂം ബോയ് ഓടി പിടച്ച് റൂമിലേക്ക് വന്നു. സാർ, ശ്യാം സാർ, ഉങ്ങൾക്ക് കേരളയിൽ നിന്ന് ഒരു ഫോൺ കോൾ. നട്ടപ്പാതിരിക്ക് 12:30 മണിക്ക് ഇത് ആര് കേരളത്തിൽ നിന്ന് വിളിക്കുന്നതെന്ന് സംഗീത സംവിധായകൻ ശ്യാമിനൊരു സംശയം. അല്ല, ഞാൻ ഈ മോറീസിലുണ്ടെന്ന് ഈ പാതിരാത്രി മനസ്സിലാക്കിയ മഹാനാര് എന്നൊക്കെ ചിന്തിച്ച് ശ്യാം ഓടി റിസപ്ഷനിലെത്തി ഫോൺ എടുത്തു. ശ്യാം, ഞാൻ അരോമ മണി. ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ഒരു പാട്ട് കൂടിയായാൽ നന്നാവുമെന്നൊരു തീരുമാനം വന്നു. പക്ഷേ ഒരു പ്രശ്നം, നാളെ വൈകുന്നേരത്തിനുള്ളിൽ പാട്ട് തിരുവനന്തപുരത്ത് എത്തിയിരിക്കണം. 2 പെണ്ണുങ്ങൾ പാടുന്ന പാട്ടാണ്. ശാരദയും ജയഭാരതിയുമാണ് അഭിനയിക്കുന്നത്. പിന്നെ അതിൻ്റെ കഥയുടെ സന്ദർഭവും കഥയും ഒക്കെ വിശദീകരിച്ച് സംവിധായകൻ പറയും എന്ന് പറഞ്ഞ് ഫോൺ കൃഷ്ണൻ നായർ സാറിന് കൊടുത്തു. കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഫോൺ വീണ്ടും അരോമ മണിക്ക് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു സ്റ്റുഡിയോ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മറുപടി പറയാൻ പാട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് പോലും ചോദിക്കാതെ ഫോണും കട്ട് ചെയ്തു. റിസപ്ഷനിൽ നിന്ന് ആലോചിച്ച് പടിക്കെട്ട് കയറി മോളി വന്ന് മുറിയിലേക്ക് വരുമ്പോൾ ഇത് നടക്കുമോ എന്ന ചിന്തയിലായിരുന്നു ശ്യാം. നടക്കാൻ സാധ്യത വളരെ കുറവാണ്. മുറിയിലെത്തി കൂടെ പാട്ടെഴുതാനിരിക്കുന്ന ബിച്ചു തിരുമലയോട് കാര്യം പറഞ്ഞു. അവിടെ കൂസലൊന്നുമില്ല, ശരിയാക്കി കളയാം എന്നാണ് ബിച്ചു തിരുമലയുടെ ഭാവം. മടക്കി വെച്ച പേനയും പേപ്പറും കടലാസും ബോർഡും എല്ലാം എടുത്ത് വീണ്ടും മടിയിലേക്ക് വെച്ചു ബിച്ചു തിരുമല. കണ്ണടച്ചിരുന്ന ശ്യാം പതിയെ മൂളാൻ തുടങ്ങി. ഒരു രാഗം, ഒരു ട്രാക്ക് മ്യൂസിക് മൂളാൻ തുടങ്ങി. ആ മൂളലിന് അനുസരിച്ച് ബിച്ചുവിൻ്റെ പദസമ്പത്ത് പേപ്പറിൽ ഊർന്നു വീണു. മഞ്ഞിൽ തേരേറി, ഓ കുളിരണ് കുളിരണ്, തെയ്യം തുറയാടി, ഓ ചുലുചുലെ എന്നുള്ള ചെല്ലക്കാറ്റേ മലം പൂങ്കാറ്റേ, ഇതുവഴി കുളിരലയും കൊണ്ട് വാ എന്നുള്ള പാട്ടാണ് എഴുതിയത്. മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടുപേരും കൂടി ചേർന്ന് പാട്ട് റെഡിയാക്കി.
മ്യൂസിക് കൊടുത്ത് ഇനി പാടിച്ചാൽ മതി. ജാനകിയും വാണി ജയറാമും പാടിയ റൗഡി രാമുവിലെ ആ പാട്ട് ഇപ്പോൾ യൂട്യൂബിലുണ്ട്. കേട്ടു നോക്കിയാൽ പാതിരാത്രി തട്ടിക്കൂട്ടിയതാണെന്ന് ഒരാളും പറയില്ല. അതേ വർഷം തന്നെ ശ്യാം തമിഴിലൊരു സിനിമയ്ക്ക് സംഗീതം നൽകി. മനിതരിൽ ഇത്തനെയും നിറങ്ങളാ, മനുഷ്യർക്ക് ഇങ്ങനെയും നിറങ്ങളുണ്ടോ എന്നുള്ള, ഇത്രയും നിറങ്ങളുണ്ടോ എന്നാണ് പടത്തിൻ്റെ പേര്. RC ശക്തിയാണ് സംവിധാനം. പാട്ട് എഴുതുന്നത് സാക്ഷാൽ കവിഞ്ചർ കണ്ണദാസൻ. റൗഡി രാമുവിലെ പാട്ടുകൾ ഈ പറഞ്ഞ പാട്ട് മണിക്കൂറുകൾ കൊണ്ട് ചെയ്ത പാട്ടിൻ്റെ ട്യൂൺ ശ്യാമിന് ഇഷ്ടമായിരുന്നു. ഈ ട്യൂൺ തന്നെ മനിതരിൽ ഇത്തനെയും നിറങ്ങൾക്ക് ഉപയോഗിച്ചു. ട്യൂണ് കണ്ണദാസൻ കേട്ടു. ரொம்ப ഡിഫിക്കൽട്ട് മ്യൂസിക് തമ്പി എന്നായിരുന്നു കേട്ട മാത്രയിൽ കണ്ണദാസൻ പറഞ്ഞത്. മലയാളത്തിൽ ഇത് ആരാ എഴുതിയത് എന്ന് ആയി അടുത്ത ചോദ്യം. ബിച്ചു തിരുമല. ബിച്ചുവിൻ്റെ പേര് കേട്ട കണ്ണദാസൻ ഒന്ന് ചിരിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാം നിമിഷ കവിയാണ് ഇങ്ങനെ എഴുതിയതെന്ന്. 1 മണിക്കൂറിനുള്ളിൽ കണ്ണദാസൻ പാട്ടെഴുതി കൊടുത്തു. റെക്കോർഡ് ചെയ്ത ശേഷം എന്നെ കേൾപ്പിക്കാൻ ശ്യാം തന്നെ വരണമെന്ന് കവിഞ്ചർ പറഞ്ഞു വിട്ടു. ശ്യാം പാട്ടും കൊണ്ട് ചെന്നു. പാട്ട് ഒരിക്കൽ കേട്ട കണ്ണദാസൻ പറഞ്ഞു, ഒരു പാട്ട് കൂടി പോട് എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ വീണ്ടും പാട്ട് കേട്ടു. ഫോണെടുത്ത് അപ്പം തന്നെ കണ്ണദാസൻ MS വിശ്വനാഥനെ വിളിച്ചു. വിച്ചു, നിൻ്റെ ശിഷ്യനൊരു പാട്ട് ചെയ്തത് കേളടാ, എനിക്കത് ரொம்ப പിടിച്ചു, അന്തമാതിരി പാട്ട് എന്ന് ശ്യാമിൻ്റെ മുന്നിൽ വെച്ച് MS വിശ്വനാഥനോട് കണ്ണദാസൻ പറഞ്ഞു. ഇതുപോലെ തന്നെ ശ്യാം തൻ്റെ മറ്റൊരു ഗുരുനാഥനായ സലിം ചൗധരിയെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് പിന്നൊരിക്കൽ. കാരണം പാട്ട് കേൾക്കാൻ വന്ന സലിം ചൗധരി ഞെട്ടിപ്പോയി. എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ശിഷ്യൻ ചെയ്തിരിക്കുന്നല്ലോ എന്നുള്ളത്. ശ്യാമിനെ മലയാളികൾ അർഹിക്കുന്ന തരത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റു പലർക്കും അർഹതപ്പെടുന്നതിനും അപ്പുറം വാരിക്കോരി പ്രശംസകൾ നൽകിയപ്പോൾ അർഹിക്കുന്ന അംഗീകാരം പ്രോത്സാഹനം നമ്മൾ നൽകിയിട്ടില്ല എന്ന് ഞാൻ നിസ്സംശയം പറയും. നമ്മൾ ശ്യാമിനെ അംഗീകരിച്ചിട്ടില്ല. 5000-ലധികം ഗാനങ്ങൾ ബിച്ചു തിരുമല എഴുതിയിട്ടുണ്ടാവും. ഒരു കാലത്ത് തരംഗിണിയുടെ ഉത്സവ ഗാനങ്ങൾ ജനപ്രിയമായിരുന്നു. മാമാങ്കം പലകുറി കൊണ്ടാടി തിരുനാവായിൽ എന്നുള്ള പാട്ടുണ്ടല്ലോ. നിളയുടെ തീരങ്ങളിൽ മാമാങ്കം കൊണ്ടാടിയ കഥയൊക്കെ ആ ഒറ്റ പാട്ട് മതി. തരംഗിണിയുടെ എന്താ പറയുക, വസന്തഗീതങ്ങളെന്ന് പറഞ്ഞ കാസറ്റിലായിരുന്നു അത്. ബിച്ചു തിരുമല എഴുതി രവീന്ദ്രൻ സംഗീതം കൊടുത്ത പാട്ടാണ്. തരംഗിണിയുടെ പുഷ്പരകാലത്ത് ആഡിയോ കാസറ്റ് തരംഗമായിരുന്നു കേരളത്തിലെന്ന് പറയാം. ശബരിമല സീസണിലും ഓണക്കാലത്തും മലയാളി തരംഗിണിയുടെ കാസറ്റിനായി കാത്തിരിക്കും. തരംഗിണിയും അങ്ങനെ തന്നെ മാസങ്ങൾക്ക് മുമ്പേ തയ്യാറെടുപ്പ് നടത്തും. മദ്രാസിലെ രഞ്ജിത്ത് ഹോട്ടലിൽ മുറി പറഞ്ഞിരിക്കും. ബിച്ചുവും രവീന്ദ്രനും പുതിയ സൃഷ്ടിക്കായി രഞ്ജിത്തിലെ റൂമിലിരിക്കുമായിരുന്നു. ഓണവും അത്തപ്പൂക്കളവും മാവേലിയും തൃക്കാക്കരയപ്പനും ഒക്കെ ഇത്തവണത്തെ പാട്ടിൽ മാറ്റി നിർത്താമെന്ന് ഒരു തവണ ബിച്ചു തിരുമലയ്ക്ക് തോന്നി. കേരള പഴമയുടെ ചരിതം പറയാം ഇത്തവണ എന്ന് ചിന്തിച്ച് 12 വർഷത്തിലൊരിക്കൽ തിരുനാവായിൽ നടത്തിയിരുന്ന മാമാങ്കത്തിൽ കയറി പിടിച്ചു. മഹാക്ഷേത്രങ്ങൾക്ക് മുന്നിൽ എന്ന നാലാങ്കൽ കൃഷ്ണപിള്ള സാറിൻ്റെ പുസ്തകം അദ്ദേഹം ഒരുപാട് ആവർത്തി വായിച്ചിട്ടുള്ള ആളാണ് ബിച്ചു തിരുമല. അദ്ദേഹം എഴുതി വെച്ച മാമാങ്കം ബിച്ചു തിരുമലയുടെ മനസ്സിലേക്ക് വന്നു. രവീന്ദ്രൻ ഒരു പാതിരാത്രി പിന്നിട്ട ശേഷം ചിരട്ട അടക്കമുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വെച്ചാണ് ഈ പാട്ടിന് സംഗീതം നൽകിയത്. കുതിരയൊക്കെ പണത് ചിരട്ട തറയിലിട്ട് അടിച്ചാണ് ശബ്ദം ഉണ്ടാക്കിയത്. ഭാരതപ്പുഴയിലെ മണൽത്തരികളിൽ രക്തമൊഴുകിയതും അമ്പും വില്ലും വാളും പരിചയും പോരാടി തലകൾ കൊയ്ത ചരിതവും മേൽക്കോമയും മലയാണ്മയും ഒക്കെ ബിച്ചു തിരുമലയുടെ വരികളിൽ നിറഞ്ഞു നിന്നു. ദാസേട്ടൻ പാടി അനശ്വരമായി മാറിയ വസന്തഗീതങ്ങളിലെ ഈ പാട്ട് ഇന്നും ഹിറ്റാണ്. കുതിരക്കുളമ്പടിയും വാളിൻ്റെ വെട്ടു തടുക്കുന്ന പരിചയം ഒക്കെ കൂടി കാഴ്ചക്കാരൻ്റെ മനസ്സിൽ വിഷ്വൽ നിറയ്ക്കുന്ന രീതിയിലായിരുന്നു സംഗീതവും അതിലെ വരികളും. സിനിമയിൽ ഗായകനാകാനെത്തിയ കുളത്തൂപ്പുഴ രവി എന്ന രവീന്ദ്രൻ സംവിധാനം പഠിക്കാൻ വന്ന ശിവശങ്കരൻ നായിരുന്ന ബിച്ചു തിരുമല. ജീവിക്കാനായി ഏത് വേഷം കെട്ടാനും തയ്യാറാവുന്ന അവസ്ഥയായിരുന്നു രണ്ടുപേരുടെയും. HMV കാസറ്റ് കമ്പനി ഇരുവരെയും ചേർത്ത് ഒരു അയ്യപ്പ ഭക്തി ഗാനം
റെഡിയാക്കി. കൊടിയ ദാരിദ്ര്യവും കൂട്ടുകാരൻ്റെ അനാഥ അവസ്ഥയും എല്ലാം ബിച്ചുവിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. അദ്ദേഹം എഴുതി, കുളത്തൂപ്പുഴക്കാരനാണല്ലോ രവീന്ദ്രൻ, കുളത്തൂപ്പുഴയിലെ ബാലകനെ, അച്ചൻകോവിലിലെ ആണ്ടവനെ, ആര്യങ്കാവിലെ അയ്യനെ, അനാഥ ബാലകനെ എന്ന് അദ്ദേഹം എഴുതി. മറ്റൊരു കൂട്ടുകാരനായ ജയിച്ചതണ്ടെ കൊണ്ട് പാടിച്ചു. ദീപം മകരദീപം എന്നായിരുന്നു കാസറ്റിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു റെക്കോർഡ് പ്ലെയറാണെന്ന് തോന്നുന്നു. അക്കാലത്തെ വലിയ വിജയമായിരുന്നു ദീപം മകരദീപം. ശരിക്കും ബിച്ചു എഴുതിയ വരികൾ അയ്യപ്പസ്വാമിയെക്കുറിച്ചാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ബിച്ചു ചേട്ടൻ പറയാറ്, എൻ്റെ സുഹൃത്തായ രവീന്ദ്രനെ മനസ്സിൽ കണ്ട് എഴുതിയ വരികളായിരുന്നു. കുളത്തൂപ്പുഴ രവി, അനാഥനായ രവി, അവനെക്കുറിച്ചായിരുന്നു ഞാനിത് എഴുതിയതെന്നാണ് മരിക്കുന്നതിന് മുമ്പ് വരെയും ബിച്ചു ചേട്ടൻ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ പുറത്തു വരാത്ത തെരുവ് ഗീതം എന്ന സിനിമയ്ക്കായി ബിച്ചുവിൻ്റെ വരികൾ വിജയകുമാർ ട്യൂൺ ചെയ്ത് യേശുദാസ് പാടി അനശ്വരമാക്കിയ ഹൃദയം ദേവാലയം എന്ന പാട്ടുണ്ടായതും ഇതുപോലെ യാദൃച്ഛികമായിട്ടായിരുന്നു. ഈ പാട്ടിനും പ്രേരണ നൽകിയത് നാലാങ്കൽ കൃഷ്ണപിള്ള സാറിൻ്റെ മഹാക്ഷേത്രങ്ങൾക്ക് മുന്നിൽ എന്നുള്ള പുസ്തകം തന്നെയാണ്. അത് തുറന്നു പറയാൻ ബിച്ചു ചേട്ടന് യാതൊരു മടിയുമില്ല. ബിച്ചു അക്കാലത്ത് പാട്ടെഴുത്തുകാരനായിട്ടില്ല. അക്കാലത്ത് KS ഗോപാലകൃഷ്ണൻ തെരുവ് ഗീതം എന്ന ഒരു സിനിമ ആരംഭിക്കാൻ പോകുന്നു. പുതുതായി സംഗീത സംവിധാന രംഗത്ത് എന്തെങ്കിലും ആകണമെന്ന് പറഞ്ഞ് മദ്രാസിൽ ചേക്കേറിയ വിജയന്മാർ മദ്രാസിൽ സിനിമയിൽ അവസരം തേടി നടക്കുന്ന കാലമായിരുന്നു. ലേഡി മാധവൻ നായർ കോളനിയിൽ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്താണ് താമസം. ഒരു നാൾ അതിനടുത്തുള്ള മഹാബലിപുരത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന ബിച്ചു കയ്യിലിരുന്ന ഡയറിയും സഞ്ചിയൊക്കെ ഇവരുടെ വീട്ടിൽ വെച്ചിട്ട്, വിജയന്മാരുടെ വീട്ടിൽ വെച്ചിട്ട് അമ്പലത്തിലേക്ക് പോയി. ബിച്ചുവിൻ്റെ ഡയറി എടുത്ത് ഈ അനുജനും ജ്യേഷ്ഠനും കൂടെ മറിച്ച് നോക്കുമ്പോൾ ഒരുപാട് കവിതകൾ അതിലെഴുതി വച്ചിരിക്കുന്നു. അതിൽ ഒരെണ്ണമാണ് ഹൃദയം ദേവാലയം എന്നുള്ള പാട്ട്. അത് അവരുടെ കണ്ണിലുടക്കി. ഇത് കൊള്ളാമല്ലോ എന്ന് ജ്യേഷ്ഠാനുജന്മാർ ആ പാട്ടിന് ഒരു തൽക്കാലം ഒരു ട്യൂൺ ഇട്ടു. ബിച്ചു ദൈവത്തിനെയൊക്കെ കണ്ടിട്ട് തൊഴുത് മടങ്ങി വരുമ്പോൾ അവർ ഈ പാട്ട് പാടി കേൾപ്പിച്ചു. ബിച്ചു തിരുമലയുടെ കണ്ണ് നിറഞ്ഞുപോയി. KS ഗോപാലകൃഷ്ണൻ വന്നു. ഇവർ ട്യൂൺ ചെയ്തു വെച്ച ഈ വരികൾ കേട്ടു. അപ്പോൾ തന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഇനി ഇവിടെ ഇരുന്ന് ചെയ്യേണ്ട, ബാക്കി ചെയ്യാനുണ്ട്, നമുക്ക് വുഡ്ലാൻഡ്സിലേക്ക് മാറാം എന്ന് പറഞ്ഞ് അവിടെ റൂം എടുത്തു. അവിടെ ഇരുന്ന് ജ്യേഷ്ഠാനുജന്മാർ ആ പാട്ടിന് സംഗീതം നൽകി. അങ്ങനെയാണ് ഇതുവരെയും പുറത്തിറങ്ങാത്ത ഹൃദയം ദേവാലയം ജനിക്കുന്നത്. ഈ പാട്ടിലെ കൽപ്പനകളൊക്കെ പ്രശംസനീയമാണ്. ഹൃദയം ദേവാലയമാണെന്നും ആരണ്യ ദേവാലയമാണെന്നുമൊക്കെ ബിച്ചു പറയുന്നു. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ടെന്നും സ്വപ്നങ്ങൾ ആഘോഷം നടത്താറുണ്ടെന്നും മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് ഇവിടെ കഥകളി ആടാറുണ്ടെന്നും ചിന്തകൾ സപ്താഹം നടത്താറുണ്ടെന്നും മുറജപമോ കൊടിമരമോ ഇല്ലാത്ത പുണ്യമഹാക്ഷേത്രമാണ് ഹൃദയമെന്നും ബിച്ചു ഈ പാട്ടിൽ പറയുന്നു. മഹാക്ഷേത്രമാണ് ഹൃദയം ദേവാലയം എന്നുള്ള ആ പാട്ടിൽ അദ്ദേഹം പറയുന്നത്. ദുഃഖങ്ങൾ മുഴുക്കാപ്പ് ചാർത്താറുണ്ടെന്നും വിഗ്രഹമില്ലാത്തതിനാൽ പുണ്യാഹമില്ല എന്നും മേൽശാന്തിയും ഇല്ല എന്നും. വിഗ്രഹമില്ലെങ്കിൽ പിന്നെ മേൽശാന്തി എന്തിന്? മന്ത്രങ്ങളില്ലാതെയും കലശങ്ങൾ ആടാതെയും ശിവേലികൾ നടക്കാറുണ്ടെന്നും നടപ്പന്തലോ തിടപ്പള്ളിയോ ഈ പഴയ ഗുഹാക്ഷേത്രത്തിൽ ഇല്ല എന്നുമൊക്കെ ഈ പാട്ടിൽ ബിച്ചു മനോഹരമായി സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ഈ പാട്ട് കേട്ട നാലാങ്കൽ കൃഷ്ണപിള്ള സാർ പറഞ്ഞത്, എൻ്റെ മഹാക്ഷേത്രങ്ങൾക്ക് മുന്നിൽ വായിച്ചിട്ടാണ് ബിച്ചു എഴുതിയതെന്ന് പറയുന്നു. പക്ഷേ അതിനും മുകളിലാണ് ഈ കവിത എന്നായിരുന്നു നാലാങ്കൽ കൃഷ്ണപിള്ള സാർ പറഞ്ഞത്. ഞാൻ എഴുതിയ പുസ്തകത്തിലെ മഹാക്ഷേത്രം വായിച്ചിട്ടാണ് ഇതൊക്കെ ഒരു പ്രേരണ വന്നതെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതിനുമൊക്കെ എത്രയോ മുകളിലാണ് ബിച്ചു എഴുതി വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനപ്പുറം ഒരു അവാർഡ് ബിച്ചു തിരുമലയ്ക്ക് ആവശ്യമില്ല. അനുഭവങ്ങളുടെ പരിചയങ്ങളുടെ ഭാണ്ഡമായിരുന്നു ബിച്ചു തിരുമല. വലിയ പ്രതീക്ഷയോടെയാണ് സംവിധായകനാകാൻ സിനിമാ നഗരത്തിലേക്ക് ബിച്ചു ചേട്ടൻ അല്ലെങ്കിൽ പഴയ ശിവശങ്കരൻ നായർ പുറപ്പെട്ടത്. ആഹാരത്തിന് പോലും പലപ്പോഴും ബുദ്ധിമുട്ടിയ കാലം. താമസ സ്ഥലത്തിനടുത്തുള്ള ഒരു ടീ ഷോപ്പിലായിരുന്നു പ്രധാന ഭക്ഷണം. അവിടെ മദ്രാസിൽ കോടമ്പക്കത്ത് ഒരുപാട് ടീ ഷോപ്പുണ്ട്. ടീ ഷോപ്പ്, ചായക്കട എന്നും പറയില്ല, ടീ ഷോപ്പ്.
അന്നന്ന് കയ്യിലെന്ത് കാശ് കിട്ടുന്നോ ആ തുകയ്ക്കുള്ള ഭക്ഷണമാണ് അക്കാലത്ത് കഴിച്ചിരുന്നത്. ചില ദിവസങ്ങളിൽ നിന്നല്ല, അധികം ദിവസങ്ങളിലും ചായയിൽ മാത്രം ഒതുങ്ങിപ്പോയി ഭക്ഷണം. രാജു എന്ന മിടുക്കനായൊരു പയ്യനായിരുന്നു ഈ ടീ ഷോപ്പിലെ സപ്ലയർ. അവന് ബിച്ചു തിരുമലയുടെ അടക്കം ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ബിച്ചുവും സംഘവും ഒക്കെ ചായ വാങ്ങി വെച്ചിട്ട് അവിടെ ഇരുന്ന് സിനിമാ കഥകൾ പറയുന്നത് ഈ രാജു എന്ന പയ്യൻ സപ്ലയർ കേട്ടിരിക്കാം. ഈ സ്നേഹം സിനിമാക്കാരനോടും സിനിമയോടും രാജുവിനുള്ള ഇഷ്ടം കൊണ്ടായിരുന്നിരിക്കണം. തന്നെ പോലെ സിനിമാക്കാരനാകാൻ നാട്ടിൽ നിന്ന് വന്ന് വണ്ടി കയറി വന്നവരാകാം പട്ടിണിയായ ഇവരെന്ന് ആ സപ്ലയർക്ക് തോന്നിയിരിക്കാം. എന്തായാലും രാജു സ്മാർട്ടായിരുന്നു. അത് ബിച്ചു ചേട്ടൻ തന്നെ പറയുന്നുണ്ട്. വർഷങ്ങൾ പലത് കടന്നുപോയി. ബിച്ചുവിനെ ഭാഗ്യദേവത നന്നായി കടാക്ഷിച്ചു. നവോദയ നിർമ്മിക്കുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ പടത്തിന് ജെറി അമൽദേവിൻ്റെ സംഗീതത്തിൽ പാട്ട് എഴുതാനായി ബിച്ചു മദ്രാസിലെത്തി. അപ്പോൾ എസ്.എൽ. പുരം ആനന്ദാണ് നവോദയയുടെ അക്കാലത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, നവോദയയുടെ മാനേജർ എന്ന് പറയാം. ആ എസ്.എൽ. പുരം ആനന്ദാണ് പിന്നീട് ആനിലെ കുരുവികൾ എന്ന് പറഞ്ഞ നമ്മളെ ശോഭനയെ നായികയാക്കി ഒരു സിനിമ പിന്നീട് സംവിധാനം ചെയ്തത് എസ്.എൽ. പുരം ആനന്ദ്. അപ്പോൾ ഇവർ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലോറിൽ ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുന്നുണ്ട്. തമിഴ് സിനിമയുടെയാണ്. കുറച്ച് ഷൂട്ടിംഗ് കണ്ടാലോ എന്നായി എസ്.എൽ. പുരം ആനന്ദ്. എസ്.എൽ. പുരം എന്ന് പറഞ്ഞാൽ നമ്മൾ സദാനന്ദ സാറിൻ്റെ പേരായി പോകും. എസ്.എൽ. പുരം ആനന്ദ് ചോദിച്ചു, നമുക്ക് അല്പം ഷൂട്ടിംഗ് കണ്ടാലോ, ബോറടി മാറ്റാം. സെറ്റിലേക്ക് കയറി ചെന്നപ്പോൾ ഈ എസ്.എൽ. പുരം ആനന്ദ് ചിത്രത്തിലെ നായകനെ ബിച്ചു തിരുമലയ്ക്ക് പരിചയപ്പെടുത്തി. ഭാഗ്യരാജ് തമിഴിലെ പുതിയ നായകനാണ്. ബിച്ചു കൈ കൊടുത്തു. ഈ പയ്യനെ എങ്കയോ പാർത്ത മാതിരി അത് മനസ്സിലാക്കിയിട്ട് ഭാഗ്യരാജ് ഒരു ചിരിയോടെ ചോദിച്ചു, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? എങ്കയോ പാർത്തിരിക്ക് എങ്കേ എന്ന് ചോദിച്ചു. സാർ മുമ്പ് താമസിച്ചിരുന്ന ലോഡ്ജിൻ്റെ തൊട്ടടുത്ത് ഒരു ടീ കടയില്ലായിരുന്നോ? ഉണ്ട്. അവിടെ ഒരു സപ്ലയർ രാജു ഇല്ലായിരുന്നു സാർ? അന്ത രാജുവാണ് സാർ ഇന്ത ഭാഗ്യരാജ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അന്ത രാജുവാണ് സാർ ഇന്ത ഭാഗ്യരാജ് എന്ന് പറഞ്ഞു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ പാട്ടെഴുതാമെന്ന ബിച്ചു രാജു എന്ന ഭാഗ്യരാജിനെ പരിചയപ്പെട്ടു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായികയായി തുടക്കമിട്ട പൂർണിമ ജയറാമിനെ ഭാഗ്യരാജ് വിവാഹം കഴിച്ചു. സിനിമയിൽ കിട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ആ ബിച്ചു എഴുതാൻ വന്ന അന്ന് പരിചയപ്പെട്ട ഭാഗ്യരാജിനെ പരിചയപ്പെട്ട ദിവസത്തെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ നായികയാണല്ലോ പൂർണിമ ജയറാം. അവരെ ഭാഗ്യരാജ് രണ്ടാമത് കല്യാണം കഴിച്ചു. ഹോട്ടലിൽ ലോഡ്ജിൽ താമസിക്കുമ്പോൾ പട്ടിണി ഇരിക്കുമ്പോൾ കൈ കിട്ടുന്ന 50 രൂപയാണെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്ത് ഒരു വടയും ഒരു ചായയും വാങ്ങി കഴിച്ചിരുന്നപ്പോൾ സപ്ലൈ ചെയ്തിരുന്ന രാജു ഭാഗ്യരാജ് എന്ന് പറഞ്ഞ ഭാഗ്യനായകനായി അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നു. പരിചയപ്പെട്ടപ്പോൾ ആ പഴയകാലം പറയാൻ ഒരു മടിയും ഭാഗ്യരാജിനുണ്ടായില്ല. ജീവിതം കൂട്ടിമുട്ടിക്കാൻ നാട്ടിലും മദ്രാശിയിലും ഗാനമേളകളിലെ ഗായകനായിരുന്നു കുറേ കാലം കൊളത്തുപുഴ രവി. അപ്പോൾ രവിയുടെ കൂടെ ബിച്ചുവും പോകും, കാരണം വല്ല തീറ്റയും കൂടിയൊക്കെ നടക്കുമല്ലോ. മദ്രാസിൽ കല്യാണ കച്ചേരികൾ മുഖ്യ ഇനമാണ്. കല്യാണത്തിനൊരു ഗാനമേള മുഖ്യമാണ്. ഇതിൽ രവീന്ദ്രനും ബിച്ചു തിരുമലയുടെ സഹോദരിയും പിന്നീട് പിന്നണി ഗായികയൊക്കെയായി മാറിയ സംഗീത അധ്യാപികയായി മാറിയ സുശീല ദേവിയും സ്ഥിരമായി പാടുമായിരുന്നു ഈ കല്യാണ കച്ചേരിയിൽ. തമിഴ് നല്ല വശമില്ലാത്ത സുശീല ദേവിക്ക് ട്രൂപ്പിലൊരു മിടുക്കനായ ഗിത്താറിസ്റ്റ് ഉണ്ടായിരുന്നു, രാജയ്യ. ഭംഗിയായിട്ട് തമിഴ് എങ്ങനെയാണ് പാടേണ്ടതെന്ന് രാജയ്യ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നണി ഗായകൻ KP ഉദയഭാനുവിൻ്റെ സഹോദരൻ KP ചന്ദ്രമോഹനും ഈ ട്രൂപ്പിൽ പാടുമായിരുന്നു. സുശീലാദേവി ഒരു തമിഴ് പാട്ട് ഒരു കല്യാണത്തിന് പാടി. ഇന്ത നാടകം അന്ത മേടയിൽ എത്തനൈ നാളയ്യ എന്നുള്ള പാട്ടായിരുന്നു. പാട്ട് തുടങ്ങിയതും കേൾവിക്കാർ ബഹളം വെച്ചു. കല്യാണ മണ്ഡപത്തിൽ ഇത്തരം പാട്ടുകൾ പാടരുത്, കാരണം അത് ശകുനം ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ദുർവിധി ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് പാട്ട് പാടണമെന്ന് തടഞ്ഞു. കണ്ണദാസനല്ല കാളിദാസൻ എഴുതിയതായാലും ശരി ഈ പാട്ട് ഈ കല്യാണ വേദിയിൽ പാടരുത് എന്നവർ ശഠിച്ചു. പാട്ട് സുശീലദേവി പാതി വഴിയിൽ നിർത്തി. 4 മാസം കഴിയുമ്പോൾ ചന്ദ്രമോഹൻ ബിച്ചുവിനെ വിളിച്ചു. അന്ന് പാട്ട് നിർത്തിവെച്ച കല്യാണ വീട്ടിലെ ആ പെണ്ണ്
കല്യാണ പെണ്ണ് 4 മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. സുശീലാദേവിക്ക് അടക്കം തമിഴ് വരികൾ പഠിപ്പിച്ചു കൊടുത്ത രാജയ്യ പിന്നീട് ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തെ തമിഴ് സമ്മാനിച്ച ഇളയരാജയായി മാറി. ഇങ്ങനെ ബിച്ചു തിരുമലയോട് നമ്മൾ സംസാരിച്ചിരുന്നാൽ ഒരുപാട് കഥകൾ, ബിച്ചു ചേട്ടന് 100 കഥകൾ പറയാൻ കഴിയും. ബിച്ചു ചേട്ടനെ പറ്റി ഇനിയും ഒരുപാട് പറയാനുണ്ട്. അത് പിന്നീട് ഒരിക്കലാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.